നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കുവൈറ്റിലെത്തും. മൻസൂരിയയിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രവാസികളെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യും. മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ കുവൈറ്റ് സജ്ജമായതായി സംഘാടകർ അറിയിച്ചു. കുവൈറ്റിലെ 60ഓളം വരുന്ന സംഘടനകളാണ് സ്വീകരണ പരിപാടി ഒരുക്കുന്നത്. സമ്മേളനത്തിൽ പങ്കെടുക്കാനായി കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് സൗജന്യ വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സൗദി അറേബ്യയിൽ അടുത്ത മാസം അന്താരാഷ്ട്ര ആണവ സമ്മേളനം സംഘടിപ്പിക്കും. ആണവ സുരക്ഷാ രംഗത്തെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കും. ആണവ റേഡിയോളജിക്കൽ സുരക്ഷാ മേഖലകളിലെ വെല്ലുവിളികൾ സമ്മേളനം ചർച്ച ചെയ്യും. ഡിസംബർ 1 മുതൽ 4 വരെ റിയാദിലാണ് അന്താരാഷ്ട്ര ആണവ സമ്മേളനം നടക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി സഹകരിച്ച് ന്യൂക്ലിയർ ആൻഡ് റേഡിയോളജിക്കൽ റെഗുലേറ്ററി കമ്മീഷനാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ഭാവിയെ കെട്ടിപ്പടുക്കൽ എന്നതാണ് സമ്മേളനത്തിന്റെ മുഖ്യ പ്രമേയം. ആണവ റേഡിയോളജിക്കൽ മേഖലകളിലെ വെല്ലുവിളികളും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണികളും സമ്മേളനം ചർച്ച ചെയ്യും. ആണവ സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതും ആണവ മേഖലയിൽ ലോകരാജ്യങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുന്നതും സഹകരണം ശക്തിപ്പെടുത്തുന്നതും ചർച്ചയാകും. ലോകമെമ്പാടുമുള്ള ആണവ സുരക്ഷാ രംഗത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരും സാങ്കേതിക വിദഗ്ധരും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഈ മേഖലയിലെ റെഗുലേറ്ററി ബോഡികൾ, മെഡിക്കൽ സർവീസ് സ്ഥാപനങ്ങൾ, സുരക്ഷാ വിഭാഗം, ഗവേഷകർ, സംഘടനകൾ തുടങ്ങിയവർ സമ്മേളനത്തിന്റെ ഭാഗമാകും. വിഷൻ 2030ന്റെ ഭാഗമായ ആണവോർജ്ജത്തിന്റെ സമാധാനപരമായ ഉപയോഗം എന്ന ലക്ഷ്യം കൈവരിക്കുകയാണ് സമ്മേളനത്തിലൂടെ സൗദി ലക്ഷ്യം വെക്കുന്നത്. ആണവ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ സഹകരണം ശക്തിപ്പെടുത്താൻ സമ്മേളനം അവസരം നൽകുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. 10 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ വാഹനത്തിന്റെ മുൻ സീറ്റിൽ ഇരുത്തുന്നത് നിയമലംഘനമാണെന്നും അപകട സാധ്യത ഗണ്യമായി വർദ്ധിക്കുകയാണെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. വാഹനാപകടമുണ്ടായാൽ മുൻ സീറ്റിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് മുതിർന്നവരെ അപേക്ഷിച്ച് 8 ഇരട്ടി വരെ പരിക്കേൽക്കുന്ന സാധ്യതയുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കുട്ടികളെ എപ്പോഴും പിന്നിലെ സീറ്റിൽ പ്രായത്തിനും ഭാരമനുസരിച്ചും അനുയോജ്യമായ സേഫ്റ്റി സീറ്റിൽ ഇരുത്തണമെന്നും സീറ്റ് ബെൽറ്റ് ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടാതെ ഒരു സാഹചര്യത്തിലും കുട്ടിയെ വാഹനത്തിനുള്ളിൽ ഒറ്റയ്ക്ക് വിടരുത് എന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. സൗദിയിൽ ഇന്ത്യക്കാരനെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. 2 എത്യോപ്യൻ പൗരന്മാരെയാണ് ജിദ്ദ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജാർഖണ്ഡ് സ്വദേശിയായ വിജയ് കുമാർ മഹാത്തോ ആണ് കൊല്ലപ്പെട്ടത്. ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ട കേസിൽ 2 എത്യോപ്യൻ പൗരന്മാരെ ജിദ്ദ പോലീസ് അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് അറിയിച്ചത്. സൗദിയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന പ്രതികളെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും പോലീസ് അറിയിച്ചു. ഒക്ടോബർ 16 ജിദ്ദയിൽ വെച്ചാണ് ജാർഖണ്ഡിലെ ഗിരിധ് ജില്ലയിൽ നിന്നുള്ള വിജയ് കുമാർ മഹാത്തോയ്ക്ക് വെടിയേൽക്കുന്നത്. ചികിത്സയിലിരിക്കെ ഒക്ടോബർ 24 ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ടവർ ലൈൻ ഫിറ്ററായി ജോലി ചെയ്യുകയായിരുന്ന വിജയ് കുമാറിന് 27 വയസ്സായിരുന്നു പ്രായം. ലഹരി വസ്തുക്കൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് റിപ്പോർട്ട്. ജിദ്ദയിലെ ഒറ്റപ്പെട്ട മലമ്പ്രദേശത്ത് വെച്ചായിരുന്നു ഇടപാട് നടന്നതും വെടിവെപ്പ് നടന്നതും. ജിദ്ദയിലെ ക്രിമിനൽ കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കൊലപാതകം, കള്ളക്കടത്ത്, മയക്കുമരുന്ന് വ്യാപാരം, അനധികൃതമായി സൗദിയിൽ താമസിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറത്തിന്റെ ഖിഫ് സീസൺ 16 സൂപ്പർ കപ്പ് 2025 ട്രോഫി അനാച്ഛാദനം ചെയ്തു. ദോഹ ഷെറാട്ടോൺ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ഫിഫ ടെക്നിക്കൽ കമ്മിറ്റി മുൻ ചെയർമാനും ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ മുൻ പ്രസിഡന്റുമായ മുഹമ്മദ് ബിൻ ഹമ്മാം ലോഞ്ചിംഗ് നിർവഹിച്ചു. ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മൻസൂർ മുഹമ്മദ് അൽ അൻസാരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ അംബാസിഡർ വിപുൽ സൂപ്പർ കപ്പ് 2025 ട്രോഫി അനാച്ഛാദനം ചെയ്തു. ഖത്തറിന്റെ ടൂറിസം മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി ഖത്തർ ടൂറിസവും ഫോബ്സ് ട്രാവൽ ഗൈഡും ധാരണാപത്രം ഒപ്പുവച്ചു. ലണ്ടനിൽ നടന്ന വേൾഡ് ട്രാവൽ മാർക്കറ്റ് പ്രദർശനത്തിലാണ് കരാർ ഒപ്പുവച്ചത്. ഖത്തർ ടൂറിസം ഡെവലപ്മെന്റ് വിഭാഗം മേധാവി ഒമർ അൽ ജാബറും ഫോബ്സ് ട്രാവൽ ഗൈഡ് സിഇഒ ഹെർമൻ എൽഗറയും ചടങ്ങിൽ പങ്കെടുത്തു. ഖത്തർ ടൂറിസത്തിന്റെ ഹോസ്പിറ്റാലിറ്റി നിലവാരം ആഗോള നിലവാരവുമായി പൊരുത്തപ്പെടാനും സേവന ഗുണമേന്മ മെച്ചപ്പെടുത്താനും ഉദ്ദേശിച്ചുള്ളതാണ് കരാർ. അമേരിക്കയിൽ പുതുചരിത്രം എഴുതി ന്യൂയോർക്ക് സിറ്റി മേയറായി ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യ മുസ്ലിം മേയറാണ് 34-കാരനായ സൊഹ്റാൻ മംദാനി.
ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമായി തുടരുമെന്ന് ജനത്തെ അഭിസംബോധന ചെയ്ത് സൊഹ്റാൻ മംദാനി പറഞ്ഞു. മേയർ, ഗവർണർ തെരഞ്ഞെടുപ്പുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തിരിച്ചടിയാണ് ഫലം. മിസൗറി സിറ്റി മേയറായി മലയാളിയായ റോബിൻ ജെ എലക്കാട്ട് മൂന്നാമതും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളി മറികടന്നാണ് സൊഹ്റാൻ മംദാനിയുടെ മിന്നും ജയം. മംദാനി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ സഹായം വെട്ടിച്ചുരുക്കുമെന്നുൾപ്പെടെയുള്ള ഭീഷണി ജനം തള്ളി. റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാതെ മുൻ ഗവർണറും ഡെമോക്രാറ്റുമായ ആൻഡ്രൂ കുമോയ്ക്കായി ട്രംപ് രംഗത്തിറങ്ങിയെങ്കിലും അതും ഫലം കണ്ടില്ല. സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ ഉന്നയിച്ച മംദാനി ലോകത്തെ വലിയ നഗരത്തിന്റെ മുഖമായി. കുടിയേറ്റവും ഇസ്ലാമോഫോബിയയും പരാമർശിച്ച് മംദാനിയുടെ വിജയപ്രസംഗം. Where the more than 1 million Muslims know that they belong. Not just in the 5 boroughs of this city, but in the halls of power. ഇന്ത്യയിൽ ജനിച്ച ഗസാല ഹാഷ്മി വെർജീനിയ ലഫ്റ്റനന്റ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടു. സിൻസിനാറ്റിയിൽ ഇന്ത്യൻ വംശജനായ അഫ്താബ് പുരേവാൾ വീണ്ടും മേയറായി. ഇരുവരും ഡെമോക്രാറ്റുകളാണ്. ന്യൂജേഴ്സിയിലും വെർജീനിയയിലും ഡെമോക്രാറ്റുകളായ വനിതകളാണ് ഗവർണർ സ്ഥാനത്തേക്ക് ജയിച്ചത്. രണ്ടിടത്തും ആദ്യമായാണ് വനിതകളുടെ വിജയം. ബാലറ്റിൽ തന്റെ പേരില്ലാത്തതും ഷട്ട്ഡൌണുമാണ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കന്മാർ പരാജയപ്പെടാൻ കാരണമെന്നാണ് ട്രംപിന്റെ വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്ക് 24. CBSE മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് സൗജന്യ പരിശീലന ക്ലാസ് പ്രഖ്യാപിച്ച് ദുബായിലെ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ. UAE CBSE സിലബസ് പിന്തുടരുന്ന വിദ്യാർത്ഥികൾക്കായാണ് സെന്റർ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 മാസത്തെ സൗജന്യ ക്ലാസ്സാണ് ലഭിക്കുക. അടുത്ത അധ്യയന വർഷത്തെ ബാച്ചുകളിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കായാണ് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ സൗജന്യ ക്ലാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വർഷം ബാക്കിയുള്ള 3 മാസത്തെ ക്ലാസ്സാണ് സൗജന്യമായി ഇവർക്ക് ലഭിക്കുക. UAE എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സൗജന്യ ക്ലാസുകൾ പ്രയോജനപ്പെടുത്താനാകുന്നതാണെന്ന് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ അധികൃതർ അറിയിച്ചു. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന UAE എല്ലാ വിദ്യാർത്ഥികൾക്കും 3 മാസത്തെ ഫ്രീ ക്ലാസ്സസ് ആണ് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള UAE പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും CBSE എക്സാം പ്രിപ്പറേഷനും അതുപോലെ തന്നെ മെഡിക്കൽ എഞ്ചിനീയർ എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന വളരെ സീരിയസ് ആയ കുട്ടികൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷനിലെ നിരവധി കുട്ടികൾ ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മെഡിക്കലും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് സെഗ്മെന്റിലും. നിങ്ങൾക്കറിയാം, ഫാത്തിമ ഹന, അതുപോലെ തന്നെ കാർത്തിക്, ആലിയ റുമാന പോലത്തെ കുട്ടികളെല്ലാം ഇന്ന് ഇന്ത്യയിൽ തന്നെ മെറിറ്റിൽ സീറ്റ് വാങ്ങിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രീമിയം സ്ഥാപനങ്ങളിൽ ഇന്ത്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഇപ്പോൾ NIT IIT നമ്മുടെ നിരവധി വിദ്യാർത്ഥികൾ യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഫ്രീ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്കും പാരൻസിനും വലിയൊരു ആശ്വാസമാണ്. ഏറ്റവും സീരിയസ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് വലിയൊരു അവസരമായിട്ടാണ് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ കാണുന്നത്. ദുബായ്, അൽഖറാമ, അൽനഹദ എന്നിവിടങ്ങളിലും അബുദാബി, ഹംദാൻ, മുസഫ എന്നിവിടങ്ങളിലുമുള്ള യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ സെന്ററുകളിലാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ്റെ 4 ബ്രാഞ്ചുകളുണ്ട്. ദുബായിൽ കരാമയും അതുപോലെ തന്നെ ദുബായ് അൽനഹദയിലും അബുദാബിയിൽ ഹംദാനിലും മുസഫയിലും ഏത് ബ്രാഞ്ചുകളിലും കുട്ടികൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവൈൽ ചെയ്യാവുന്നതാണ്. ഈ 3 months ഫ്രീ ക്ലാസ്സസ് കുട്ടികൾക്ക് അവൈൽ ചെയ്യണമെങ്കിൽ യുണീക്ക് വേൾഡിന്റെ ദുബായിലെ കരാമ, അൽനാദ, അബുദാബിയുടെ മുസഫ, ഹംദാൻ ബ്രാഞ്ചുകളിലേക്ക് കുട്ടികൾക്ക് വോക്കിൻ ആയിട്ട് വന്നിട്ട് ഒരാഴ്ചത്തെ ഫ്രീ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ ഫ്രീ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് മനസ്സിലാവും നമ്മുടെ ടീച്ചിങ്ങിൻ്റെ ക്വാളിറ്റി, അതുപോലെ യുണീക്കിൻ്റെ സ്റ്റഡി പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം അവർ അടുത്ത അധ്യയന വർഷത്തേക്ക് എൻറോൾമെൻറ്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് റിമൈനിങ് ആയിട്ടുള്ള നമ്മുടെ കറണ്ട് അക്കാഡമിക് ഇയറിൻ്റെ ക്ലാസ്സസ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ പ്രാവശ്യം 11th ഗ്രേഡിൽ പഠിക്കുന്ന കുട്ടി അടുത്ത വർഷത്തെ 12th ഗ്രേഡിലേക്കുള്ള അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് റിമൈനിങ് ആയിട്ടുള്ള 11th ക്ലാസ്സസ് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മികച്ച കോച്ചിങ് ലഭിക്കുന്നത് പഠനത്തിൽ മുതൽക്കൂട്ടാവുന്നതായി വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ടു. ഞാനിപ്പോൾ ഒരു നീറ്റ് റിപ്പീറ്ററാണ്. അപ്പോൾ ഫോർ മീ ഇറ്റ്സ് എ റിയലി ഗുഡ് ക്ലാസ്. നമുക്ക് എല്ലാ ആഴ്ചയും എക്സാംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് എക്സ്ട്രാ ക്ലാസ് വേണമെങ്കിൽ തന്നെ നമുക്ക് അത് പ്രൊവൈഡ് ചെയ്ത് തരും. ഇവിടെ ഭയങ്കര സ്ട്രെസ് ഫ്രീ എൻവയൺമെൻ്റ് ആണ് ടു സ്റ്റഡി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓഫ്ലൈനായിട്ടും അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഒക്കെ ബുക്സ് അവൈലബിൾ ആണ്. പിന്നെ അറ്റ് ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത് ഇവിടുത്തെ കോർഡിനേറ്റേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ അധ്യയന വർഷങ്ങളിൽ CBSE മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയമാണ് യുണീക്ക് വേൾഡിലെ വിദ്യാർത്ഥികൾ കരസ്ഥമാക്കിയത്. 24 ദുബായ്.
അജ്മാനിലെ മനാമയിൽ സാധാരണക്കാർക്കും സാധ്യമാകുന്ന ഫ്രീ ഹോൾ ലാൻഡ് പദ്ധതി നടപ്പിലാക്കുന്നു. ഈ പദ്ധതിയിൽ ഡൗൺ പേയ്മെന്റ് ആവശ്യമില്ല. 15 മാസത്തെ പലിശരഹിത ഗഡുക്കൾ, ട്രാൻസ്ഫർ ഫീസ് ഈടാക്കില്ല തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭ്യമാണ്. പാസ്പോർട്ട് അല്ലെങ്കിൽ ID മാത്രം ഉപയോഗിച്ച് UAE റെസിഡൻസ് വിസ ഇല്ലാത്തവർക്കും ഏത് രാജ്യക്കാർക്കും ഫ്രീ ഹോൾഡ് ഉടമസ്ഥാവകാശം ലഭിക്കുമെന്നതും പ്രത്യേകതയാണെന്ന് സംരംഭകരായ നാസിറും നൌഷാദും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UAEയിലെ കായിക പ്രേമികളുടെ കൂട്ടായ്മയായ അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ സ്പോർട്സ് കമ്മ്യൂണിറ്റി സംഘടിപ്പിക്കുന്ന ഫ്ലക്സ് പ്രോ ബാഡ്മിന്റൺ പ്രീമിയർ ലീഗിന്റെ 3ാം സീസൺ മത്സരങ്ങൾ ആരംഭിക്കുന്നു. ആദ്യ സീസണിൽ 4 ടീമുകളും 120 കളിക്കാരും ഉണ്ടായിരുന്ന ലീഗിൽ ഇത്തവണ 6 ഫ്രാഞ്ചൈസി ടീമുകളിലായി 240-ലേറെ കളിക്കാർ അണിനിരക്കും. 300-ലേറെ താരങ്ങളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഈ മാസം 16, 23 തീയതികളിൽ നടക്കും. മധ്യപൂർവ്വ ദേശത്ത് ആദ്യമായി ഫ്രാഞ്ചൈസി അടിസ്ഥാനത്തിൽ നടക്കുന്ന ബാഡ്മിന്റൺ ലീഗ് കൂടിയാണിത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ കേരള സർക്കാർ. തമിഴ്നാട് സുപ്രീം കോടതിയെ സമീപിച്ച മാതൃക സ്വീകരിക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നതിനെ തുടർന്നാണ് തീരുമാനം. BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും നിയമ നടപടിയോട് യോജിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കണം എന്നതായിരുന്നു സർക്കാർ മുൻകൈയിൽ നടന്ന സർവകക്ഷി യോഗത്തിന്റെ പൊതുവികാരം. SIR-നെ ചോദ്യം ചെയ്ത് DMK സുപ്രീം കോടതിയെ സമീപിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ സമീപനം സ്വീകരിച്ചത്. സർക്കാരും നിയമ നടപടിയോട് യോജിച്ചതോടെ അത് യോഗത്തിന്റെ പൊതു തീരുമാനമായി മാറി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ SIR ചോദ്യം ചെയ്യാനുള്ള നിയമോപദേശം സർക്കാർ എന്ന നിലയിലും രാഷ്ട്രീയ പാർട്ടി നിലയിലും തേടുമെന്ന് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പുതുക്കിയ വോട്ടർ പട്ടിക നിലവിലിരിക്കെ 2002-ലെ പട്ടിക അടിസ്ഥാനമാക്കി SIR നടപ്പാക്കാനുള്ള തീരുമാനം അശാസ്ത്രീയവും ദുരുദ്ദേശപരവുമാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. മുഖ്യമന്ത്രി പങ്കുവച്ച ഉത്കണ്ഠയോട് പൂർണ്ണമായി യോജിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. കോടതിയിൽ പോയാൽ കേസിൽ കക്ഷി ചേരാൻ തയ്യാറാണെന്നും പ്രതിപക്ഷ നേതാവ് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞു. ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നടപടിയാണ് SIR എന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രകടിപ്പിച്ച നിലപാട്. നിയമോപദേശം ലഭിച്ച ശേഷം SIR-നെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സർക്കാർ തലത്തിലെ ധാരണ. 24 തിരുവനന്തപുരം. ഹരിയാനയിലെ വോട്ട് കൊള്ളയുടെ വിവരങ്ങൾ പുറത്തുവിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഹൈഡ്രജൻ ബോംബ്. 25 ലക്ഷം കള്ളവോട്ടിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP-ക്കുമെതിരെയുള്ള ആരോപണം. രാജ്യത്തെ സംവിധാനത്തിൽ കോൺഗ്രസിന് വിശ്വാസം ഇല്ലെന്നാണ് ആരോപണത്തിൽ BJP-യുടെ മറുപടി. കാത്തുവച്ച ഹൈഡ്രജൻ ബോംബാണ് ഒടുവിൽ രാഹുൽ ഗാന്ധി പൊട്ടിച്ചത്. ഹരിയാന തെരഞ്ഞെടുപ്പിലെ ക്രമക്കേടുകൾ തെളിവുകൾ സഹിതം ഓരോന്നോരോന്നായി പുറത്ത്. ഫോട്ടോഗ്രാഫർ മാത്യൂസ് ഫെറോറ എടുത്ത ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഉപയോഗിച്ച് പല പേരുകളിൽ ചെയ്തത് 22 വോട്ട്. She votes 22 times in Haryana and she votes in 10 different booths in Haryana and she's got multiple names: Seema, Sweetie, Saraswati. She's from Brazil. She's a Brazilian model. ഇരട്ട വോട്ട് 5 ലക്ഷത്തിലേറെ. 1 ലക്ഷത്തിനടുത്ത് വ്യാജവിലാസങ്ങൾ. ഒറ്റ ചിത്രം ഉപയോഗിച്ച് 1.25 ലക്ഷം വോട്ട്. 2 ബൂത്തുകളിൽ ഒരു വോട്ടർക്ക് 223 വോട്ട്. ഇങ്ങനെ 5 രീതിയിൽ അട്ടിമറി. 25 ലക്ഷത്തോളം കള്ളവോട്ടിലൂടെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചെന്ന് എച്ച് ഫയൽ എന്ന പേരിൽ തെളിവുകൾ നിരത്തി രാഹുൽ ഗാന്ധി. തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണത്തിൽ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രതികരണവും വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ചു. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. He's saying it. He knows it. And we've proved it. Do you have any doubts? എന്നാൽ ഇതുൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. कि उसको उम्र को 124 बता करके जितना बदनाम किया, तो ऐसा नकली फोटोग्राफ, नकली नाम, नकली इशू लेकर के राहुल गांधी और कांग्रेस पार्टी समय समय में बोलते रहते हैं. മുമ്പ് മഹാരാഷ്ട്രയിലും കർണാടകയിലും വോട്ട് കൊള്ള നടത്തിയെന്ന് ആരോപിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. നിലവിൽ രാഹുലിന്റെ 2 പരാതികൾ കമ്മീഷന് മുന്നിലുണ്ടെന്നും കൈവശമുള്ള തെളിവുകൾ രാഹുൽ ആ കേസുകളിൽ ഉപയോഗിക്കണമെന്നും ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു. 24 ഡൽഹി. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തിരിതെളിഞ്ഞു. മേളയിൽ വിവിധ ഭാഷകളിലുള്ള ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ലഭ്യമാകും.
66 രാജ്യങ്ങളിൽ നിന്നുള്ള 250 എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും മേളയിൽ പങ്കെടുക്കും. മേളയുടെ 44ാമത് എഡിഷനാണ് ഇത്തവണത്തേത്. ഷാർജയിൽ നിന്നും അരുൺ പാറട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. യുഎയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഷാർജ വീണ്ടും അക്ഷര നഗരിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് തിരിതെളിഞ്ഞിരിക്കുകയാണ്. 44ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്കാണ് ഇത്തവണ തിരിതെളിഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് ബിറ്റ്വീൻ യു ആൻഡ് എ ബുക്ക് എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പുസ്തകമേള നടക്കുന്നത്. നവംബർ 16 വരെ വരുന്ന 12 ദിവസം ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേള നടക്കും. UAE സുപ്രീം കൗൺസിൽ അംഗം ഷാർജ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു വായനയുടെ മഹോത്സവം നടക്കുന്നത്. ഇന്ത്യയടക്കം 66 രാജ്യങ്ങളിൽ നിന്നുള്ള 250-ലേറെ എഴുത്തുകാരും കലാകാരന്മാരും ഈ ഒരു മേളയുടെ ഭാഗമായി ഇത്തവണ ഇവിടെ എത്തും. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ഏറ്റവും സജീവമായ ഹാൾ ഏത് എന്ന് ചോദിച്ചാൽ ഒരൊറ്റത്തരമേ ഉള്ളൂ. ഹാൾ നമ്പർ 7. ഈ ഹാൾ നമ്പർ 7-ലാണ് ഭൂരിഭാഗം മലയാളം പ്രസാധകരും ഉള്ളത്. മലയാളം മാതൃഭൂമി ബുക്സ്, അതോടൊപ്പം തന്നെ DC ബുക്സ് ഉൾപ്പെടെ മലയാളത്തിലുള്ള പ്രമുഖ പ്രസാധകർ എല്ലാവരും തന്നെ ഈ ഒരു 7-ാം നമ്പർ ഹാളിലാണ് ഉള്ളത്. ഇത്തവണയും നിരവധി പുതിയ മലയാളം പുസ്തകങ്ങൾ ഇത്തവണയും ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഇവിടെയുള്ള എൻ്റെ പുറകിൽ കാണുന്നതാണ് റൈറ്റേഴ്സ് ഹാൾ. ഈ റൈറ്റേഴ്സ് ഫോറത്തിൽ നിരവധി പുസ്തകങ്ങളാണ് ഓരോ അരമണിക്കൂറിലും പ്രകാശനം ചെയ്യുന്നത്. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിലെല്ലാം ഓരോ മണിക്കൂറിലും ഒരു പുതിയ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ ഭൂരിഭാഗവും പ്രവാസി മലയാളികളുടെ പുസ്തകങ്ങളാണെന്നതും പ്രത്യേകതയാണ്. റൈറ്റേഴ്സ് ഫോറം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പുസ്തക പ്രകാശനത്തിന് ഒരു ഹാൾ മാത്രമല്ല, അത് നമ്മുടെ മലയാളികളെ ഇവിടുത്തെ ഒരു ഏറ്റവും സംഗമത്തിനുള്ള ഒരു പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഷാർജ രാജ്യാന്തര പുസ്തകമേളയിൽ. ആദ്യകാലത്ത് അത് ഉണ്ടായിരുന്നില്ല. ആദ്യകാലത്ത് പുറത്ത് ചെറിയ ഒരു 1-2 ഹാളുകളെ ഉണ്ടായിരുന്നുള്ളൂ, ബുക്ക് ഫോറം, ലിറ്ററേച്ചർ ഫോറം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളുടെ ഒരു പുസ്തക പ്രകാശനം ഒരുപാട് കൂടുകയും അതിൻ്റെ ആധിക്യം അവിടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവരിവിടെ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു നമുക്ക് മാത്രമായ ഒരു ഹാൾ ഉണ്ടാക്കി തരികയാണ്. ആ ഹാളെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ എത്രയോ രാജ്യങ്ങൾ, 118 രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ടല്ലോ, അതിൽ ഏക രാജ്യത്തിന് മാത്രമാണ് ഇങ്ങനെ പ്രത്യേകമായിട്ട് ഒരു പ്രകാശനത്തിന് ഹാൾ കൊടുക്കുന്നത്. അത് ഇവിടുത്തെ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ ഒരു വലിയ ഒരു നമുക്ക് മലയാളികളോടും നമ്മുടെ ഇന്ത്യക്കാരോടും കാണിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു അടുപ്പത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ഒരു ഉദാഹരണം തന്നെയാണ്. പുസ്തകമേളയോടനുബന്ധിച്ച് പുസ്തകമേളയുടെ ഒരു ഭാഗത്ത് എഴുത്തിൻ്റെയും വായനയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട്. അത് നടക്കുന്ന മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓരോ മേഖലയിലും എഴുത്തുമായി അതുമായി ബന്ധപ്പെട്ട ആളുകൾ പങ്കെടുക്കുകയും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വർക്ക്ഷോപ്പുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് ഈ പുസ്തകമേള അവസാനിക്കുന്നവരെ തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഇനി വരുന്ന ഈ 15-ാം തീയതി വരെ വായനയുടെയും എഴുത്തിൻ്റെയും വലിയ ഉത്സവത്തിന് തന്നെയായിരിക്കും ഈ അക്ഷരനഗരി സാക്ഷ്യം വഹിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഷാർജയിൽ നിന്നും ശരച്ചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. രത്നങ്ങളെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമായ രത്നശാസ്ത്രം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യും. പ്രശസ്ത പ്ലാനറ്ററി ജെമ്മോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിവാസ് ആണ് ഗ്രന്ഥകർത്താവ്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി രത്നമേഖലയിൽ പ്രവർത്തിക്കുന്ന ഉണ്ണികൃഷ്ണൻ ശിവാസ് 5 വർഷത്തിലേറെ സമയമെടുത്ത് പൂർത്തിയാക്കിയ പുസ്തകമാണ് രത്നശാസ്ത്രം. പുസ്തകത്തിന്റെ പ്രകാശനം ഈ മാസം 9-ന് ഉച്ചയ്ക്ക് ഹാൾ നമ്പർ 7-ലെ റൈറ്റേഴ്സ് ഫോറത്തിൽ നടക്കും. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ ശിവാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റിയാദിലെ സാംസ്കാരിക കൂട്ടായ്മയായ വി ദ പീപ്പിൾ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് സാഹിത്യ സദസ്സ്, കേരളപ്പിറവി ദിനം എന്നിവ ആഘോഷിച്ചു. മലാസിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സലിം പള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. ജോസഫ് അതിരിങ്കൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥിയായ ഗൗതം സജീവ് അവതരിപ്പിച്ച പ്രഭാഷണം സദസ്സിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. രാജീവ് സാഹിബ് കേരള ക്വിസും അവതരിപ്പിച്ചു. സൗദിയിലെ ഉപഭോക്താക്കൾക്ക് വാല്യൂ ഷോപ്പിംഗ് ഉറപ്പാക്കുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിനെ തേടി വീണ്ടും അംഗീകാരം. 2025-ലെ റീറ്റെയിൽ മീ അവാർഡ്സിലാണ് മോസ്റ്റ് അഡ്മയർഡ് വാല്യൂ റീറ്റെയിലർ പുരസ്കാരം ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്വന്തമാക്കിയത്. സൗദിയിലുടനീളമുള്ള ലുലുവിന്റെ 71 സ്റ്റോറുകളുടെയും മികച്ച പ്രകടനമാണ് ഈ അംഗീകാരത്തിലേക്ക് നയിച്ചതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. എല്ലാ വർഷവും റീറ്റെയിൽ മേഖലയിലെ പ്രകടനം, നവീകരണം, ആധുനികവൽക്കരണം, ഉപഭോക്തൃ സൗഹൃദ സേവനം എന്നിവ ആഘോഷിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രധാന വേദിയാണ് റീറ്റെയിൽ മീ അവാർഡ്സ്. മിഡിൽ ഈസ്റ്റ് ഇമേജസ് ഗ്രൂപ്പാണ് റീറ്റെയിൽ മീ അവാർഡ്സ് സംഘടിപ്പിക്കുന്നത്.
അൽ ഇക്തിസാദിയ നടത്തിയ സർവേയിൽ രാജ്യത്ത് ഭക്ഷ്യവസ്തുക്കളടക്കം ഏറ്റവും വിലക്കുറവ് നൽകുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ ഒന്നാമനായതിന് പിന്നാലെയാണ് ലുലുവിനെ തേടി മറ്റൊരു നേട്ടം കൂടി എത്തിയിരിക്കുന്നത്. ലുലു റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ കൂട്ടായ പരിശ്രമ ഫലമാണ് അംഗീകരിക്കപ്പെട്ടതെന്ന് ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് പറഞ്ഞു. കുവൈറ്റിലെ പ്രമുഖ റെസിഡൻഷ്യൽസ് പദ്ധതിയായ അൽ മുത്തല സിറ്റിയിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് നിർമ്മിക്കാൻ ഒരുങ്ങി ലുലു ഗ്രൂപ്പ്. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ മുൻനിര സ്ഥാപനമായ ബിയോഡ് ഹോൾഡിംഗുമായി ചേർന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയും ബിയോഡ് ഹോൾഡിംഗ് ഗ്രൂപ്പ് സിഇഒയും വൈസ് ചെയർമാനുമായ അബ്ദുൾ റഹ്മാൻ അൽ ഖാനായും പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. 27 ലക്ഷം ചതുരശ്ര അടിയിൽ ഉയരുന്ന ബിയോഡ് പ്ലസ് മാളിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുക. പദ്ധതി 2027 മാർച്ചിനകം പൂർത്തിയാകും. കുവൈറ്റിൽ ലുലുവിന്റെ സാന്നിധ്യം വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റെന്നും സൗത്ത് അൽ മുത്തല സിറ്റിയിലെ ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് സേവനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യക്തമാക്കി. ഇതോടെ ഗൾഫ് ട്രിപ്പ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.